ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചിലരൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മരണം അവരുടെ തലയ്ക്ക് മുകളിലുണ്ട്. ജീവ മോനെ, വൈകുന്നേരത്തെ മീഡിയ പ്രസന്റേഷൻ നീ ഒന്ന് പ്രിപ്പയർ ചെയ്യും. ഞാനും കൂടി ഇരിക്കാം. നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റാതായി തുടങ്ങിയിരിക്കുന്നു. ഈ ലോകത്ത് പിന്നെ ഒന്നും എനിക്ക് തിരിച്ചറിയില്ലെന്നാണ് ഞാൻ കരുതുന്നത്. സ്നേഹിച്ചു പോയ കുറ്റത്തിന് ഇങ്ങനെ ശിക്ഷിക്കല്ലേ മോളെ. സർ, സ്വാമി, ആ സിയെ ഒന്ന് വിളിക്കണം. ഹരിയുടെ പേരിലുള്ള കേസ് കോടതിയിലേക്ക് പോട്ടെ. എന്നിട്ട് ആ പരാതി കൊടുത്ത സ്ത്രീ ഉണ്ടല്ലോ, അവരെ ഒന്ന് വിളിച്ചിട്ട് കേസിൽ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞേക്ക്. പിന്നെ അവൻ അനന്തൻ, നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് അവൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞേക്കണം. ജീവ, അച്ഛാ, ഈ കാര്യത്തിൽ എനിക്കൊരു കോംപ്രമൈസ് ഇല്ല. ചതിച്ചവനെ കൊല്ലണം. സ്വാമി, മട്ടഞ്ചേരിന്ന് ക്രിസ്റ്റ്യൻ ടീമിനോട് ഇറങ്ങാൻ പറ. ഒരിക്കൽ ഞാൻ കൊല്ലാത്ത വിട്ടതേ അനന്തന്, അന്നത് ചെയ്താൽ മതിയായിരുന്നു. ജീവൻ, നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എടാ, ഇപ്പൊ എടുത്തിയാടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഈ മീഡിയാസ് ഒന്നും നിന്നെ വെറുതെ വിടില്ല. ദേ, മീഡിയാസിന്റെ പ്രഷർ കൂടി കൂടി വന്നാ ഈ ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിമാർക്കും ഒന്നും അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റില്ല. അച്ഛ, പിന്നെ എന്ത് വേണമെന്ന് അച്ഛനീ പറയുന്നേ? അനന്തന്റെ കാല് പിടിക്കണം ഞാൻ പോയി. വാർത്ത കൊടുത്തവരുടെയൊക്കെ മുമ്പിൽ പോയി ഞാൻ തൊഴുതു നിൽക്കണം. ദേ, ഇപ്പൊ ഒരു ശാന്തത, അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് ആരെ എന്തു വേണമെങ്കിലും ചെയ്യാം. സ്വാമിക്ക് എന്താ തോന്നുന്നത്? ജയർ, രഘുസാറ് പറഞ്ഞതിലും കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വാമി, പെട്ടെന്നൊരു പ്രൊവക്കേഷനിലേക്ക് പോയാ ആളുകളെ ബോധിപ്പിക്കാനാണെങ്കിലും സാറിനെ അവർക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും. ചെയ്യട്ടെ സ്വാമി. അങ്ങനെ ജയാറിനെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിലേ കൊലപാതകം ഒരുപാട് കഴിഞ്ഞിരിക്കും സ്വാമി. അത് ജയാറിനെ അറിയുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യമാ. സാർ, നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നമ്മുടെ ഇൻകം സോഴ്സ്, നമ്മുടെ കമ്പനികളുടെ പ്രവർത്തന രീതി, പെട്ടെന്ന് ഇതിന്റെയൊക്കെ പ്രവർത്തനം വിട്ടുപോയാൽ നമ്മളാകെ കുഴഞ്ഞു പോയില്ലേ സാർ? ജീവ, നമുക്കിപ്പോ ചെയ്യാവുന്ന ഒരു കാര്യം, ഇന്ന് വൈകുന്നേരം നമ്മളൊരു പത്രസമ്മേളനം വിളിക്കുന്നു എന്നതാ. എന്തിനാച്ചാ? അവന്മാരുടെ വൃത്തികെട്ട ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇരുന്നു കൊടുക്കണം. ചുറ്റും നടക്കുന്ന ഈ കോലാഹലങ്ങളൊന്നും ജെആറിനെ ബാധിക്കുന്നില്ലെന്ന് നീ കാണിച്ചു കൊടുക്കണം. പത്രസമ്മേളനത്തിൽ നീ കാണിക്കുന്ന പക്വത, ശാന്തത, അത് മാത്രം മതി ആളുകളൊക്കെ വിശ്വസിക്കാൻ. ടിവിയിൽ കണ്ടിട്ടില്ലേ, കൊല്ലാൻ ഒരു മടിയില്ലാത്തവര് സമാധാനത്തിന്റെ വെള്ളരിപ്രാവിനെ പോലെ ഇരുന്ന് സംസാരിക്കുന്നത്? അതുപോലെ ഒരു മൂഡ് പടം, അതാണ് നമുക്ക് ആവശ്യം. കറക്റ്റാണ് സാർ. മീഡിയ പ്രസന്റേഷൻ സാറ് നന്നായിട്ട് നടത്തിയ ആളുകളിൽ ഒരു സംശയം ഉണ്ടാവും. ഏതാണ് തെറ്റ്, ഏതാണ് ശരി എന്നൊരു സംശയം. പിന്നെ മീഡിയാസിനെ സാറ് ഫേസ് ചെയ്യാൻ കാണിച്ച ചങ്കുറ്റത്തെ പറ്റിയും ആളുകൾ നല്ല രീതിയിൽ സംസാരിച്ചു. തെറ്റുകാരനല്ലെന്ന് ബോധ്യപ്പെടുത്താൻ ഇക്കാലത്ത് ഏറ്റവും നല്ല നടപടി അതാണ്. സ്വാമി, വൈകുന്നേരത്തേക്ക് മീഡിയാസിനെ അറേഞ്ച് ചെയ്യണം. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ. സ്വാമി ചെല്ല്. ഓക്കെ സർ.
ഇല്ല അച്ഛാ. ചതിച്ചവരെ കൊല്ലണം. കൊല്ലാനുള്ളവർക്ക് അവധിയില്ല. ആ ഒരു തിയറി നിന്ന് JR നീ ഞാനുണ്ടായത്. ഇതെല്ലാം ഉണ്ടായത്. ചിലരൊക്കെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലും മരണം അവരുടെ തലയ്ക്ക് മുകളിലുണ്ട്. ജീവ മോനെ, വൈകുന്നേരത്തെ മീഡിയ പ്രസന്റേഷൻ നീ ഒന്ന് പ്രിപ്പയർ ചെയ്യ്. ഞാനും കൂടി ഇരിക്കാം. എന്ത് വേണം? ആരെ കാണാനാ വന്നത്? മേഡം, ഇത് ജയറിന്റെ വീടല്ലേ? അതെ. നിങ്ങൾ ജയറിന്റെ അമ്മയാണോ? അതെ. ആക്ച്വലി ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടിയാ വന്നേ. എന്നെ കാണാനോ? എന്നോട് നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത്? മാഡം, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ശരി, വരൂ. ഓക്കെ, റെഡിയല്ലേ? ആ ശരി. ശരി മാഡം, ജയറിനെ ചുറ്റിപ്പറ്റി ചില വാർത്തകളൊക്കെ കണ്ടു കാണുമല്ലോ. അതിലെന്താണ് മാഡത്തിന്റെ പ്രതികരണം? നോക്കാം, ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല, ഒരു സാധാരണ വീട്ടമ്മയാണ്. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളിലൊക്കെ പ്രതികരിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള ആളുകളല്ലല്ലോ. പക്ഷേ ഈ വാർത്തകളൊക്കെ നിങ്ങളുടെ മകനെ കുറിച്ചാ. മകൻ എങ്ങനെ സമ്പന്നനായതെന്ന് നിങ്ങൾക്കറിയാതിരിക്കോ? എനിക്കറിയില്ല. മാഡം, ഇത് നിങ്ങൾ മറച്ചു വെച്ചാലും അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ഈ നാട്ടിലുണ്ട്. നിങ്ങളുടെ മകൻ ഒരുപാട് പേരുടെ, ഒരുപാട് പാവങ്ങളുടെ ചോര ഊറ്റിക്കുടിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് തെരുവിലാണ്. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? JR കുറ്റക്കാരനാണെങ്കിൽ അവനെ ശിക്ഷിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. തെറ്റാര് ചെയ്താലും ശിക്ഷിക്കണം. മറ്റുള്ളവരുടെ ജീവിക്കാനുള്ള അവകാശം ആര് തട്ടിപ്പറിച്ചാലും അത് ചോദ്യം ചെയ്യണം. നിങ്ങൾ കാണിച്ച വാർത്തകളില്ലേ, പെട്ടെന്ന് തന്നെ അന്വേഷണം ഉണ്ടാവും, പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാവും എന്നൊക്കെയല്ലേ പറഞ്ഞത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ വാർത്തയിലെ സത്യം അന്വേഷിച്ച് മുന്നോട്ട് പോവോ? എത്ര നാൾ പോവും? വേറൊരു വാർത്ത വരുന്നതുവരെയല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോ നിങ്ങളുടെ ഈ ആവേശം തണുക്കില്ലേ? പാവങ്ങളോടുള്ള നിങ്ങളുടെ ഈ സഹതാപം അവസാനിക്കില്ലേ? അല്ലാതെ JRന്റെ കേസിൽ ഒരു അവസാനം കണ്ടേ അടങ്ങൂ എന്ന് നിങ്ങളുടെ മനസ്സിലില്ലല്ലോ. ഉണ്ടോ? വാർത്ത കൊടുത്തവർക്ക് അന്തസ്സുണ്ടെങ്കിൽ JR എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്ക്. നിങ്ങൾ അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നോക്ക്. അതല്ലാതെ അതിനിടയിൽ ഒരു നേരം പോക്ക് പോലെ എന്റെ അഭിപ്രായം ചോദിച്ചു വരേണ്ടതില്ല.